അപ്പോൾ ഞാൻ ചാലാപ്പള്ളിയുടെ മണ്ണിലാണ് നിൽക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചെയ്ത വീഡിയോ വൈറലായിരുന്നു. അപ്പോൾ അതിനുശേഷം അടുത്തൊരു വീഡിയോ ചെയ്യാനായിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ യാദൃശ്യമായിട്ടാണ് നമ്മുടെ മനുവിനെ കണ്ടത്. അപ്പം ഞാൻ നിങ്ങളെ ആ വസന്തത്തിലേക്ക് കൊണ്ടുപോവാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മാക്സിമം ഷെയർ ചെയ്യണം. നമ്മുടെ പേജ് ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ. നപ്പോരെ തമിഴ്നാടിന് സൂര്യകാന്തിയാണെങ്കിൽ മൂന്നാറിനും ഇടുക്കിക്കും നീലക്കുറിഞ്ഞിയാണെങ്കിൽ ഞങ്ങൾ റാന്നിക്കാരുടെ വസന്തത ഇതാണ്. കണ്ട റോഡിൻ്റെ രണ്ട് സൈഡും അതിമനോഹരമായിട്ട് കണ്ണഞ്ചിപ്പിക്കുന്ന രീതിയിലുള്ള കാഴ്ചകളാണ് നമുക്ക് ഈ റോഡിൽ കൂടെ പോയാൽ ആസ്വദിക്കാൻ പറ്റുന്നത്. മനോഹരം എന്ന് പറഞ്ഞാൽ അതിമനോഹരം. വെറൈറ്റി കളറിലുള്ള ചെടികളാണ് ഈ റോഡിൻ്റെ രണ്ട് സൈഡിൽ നിൽക്കുന്നത്. നിങ്ങൾ നോക്കിക്കോ, ദേ വീഡിയോ അങ്ങോട്ടും തിരിച്ച് കണ്ട. മനോഹരമെന്ന് പറഞ്ഞാൽ പോരാ, അതിമനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. അടിപൊളി കേട്ടോ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ നമ്മൾ ഇവിടുത്തെ ചെയ്തിരുന്നു. ഇത് പരിപാലിക്കുന്ന ഒരു അച്ഛനും അമ്മയാണ്. അതാണ് അതിശയം. പ്രായമുള്ളൊരു അച്ഛനും അമ്മയാണ്. അച്ഛനും അമ്മയെന്ന് പറഞ്ഞാൽ മുത്തശ്ശനും മുത്തശ്ശിയാണ് ഈ ഒരു ചെടികൾ ഇങ്ങനെ പരിപാലിക്കുന്നത്. വെറൈറ്റി രീതിയിലുള്ള ചെടികളാണെന്നാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മളോട് പറഞ്ഞത്. ഇത് കണ്ടോ, ഞാൻ പറയുന്ന തള്ളാണെന്ന് നിങ്ങൾ ഓർക്കും. ഇത് കണ്ടോ, റോഡിൻ്റെ ഇരു സൈഡും വർണ്ണ വിസ്മയ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ തീർത്തുകൊണ്ടാണ് എൻ്റെ ഈ ഒരു പൂ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നുണ്ടോ. ഒരു പൂ മാത്രമല്ല കേട്ടോ, പല ഡിസൈനിലുള്ള പല പൂക്കളുണ്ട് കേട്ടോ. അടിപൊളിയല്ലേ വേണ്ട. സായാഹ്നങ്ങളൊക്കെ ആസ്വദിക്കാൻ പറ്റിയ ഒരു കിടിലൻ സ്പോട്ട് പത്തനംതിട്ട ജില്ലയിൽ ഇനിയും വേറെ എന്ത് നോക്കണം. അടിച്ചു കയറി വാ മക്കളെ ഇങ്ങോട്ട്. വേണ്ട, മനോഹരമായിട്ടില്ലേ. വെറൈറ്റി പൂക്കളാണ് കേട്ടോ, വെറൈറ്റി പൂക്കൾ. വേണ്ട, ഒരു രക്ഷയില്ല മച്ചാന്മാരെ, ഒരു രക്ഷയില്ലാത്ത അടിപൊളി പൂക്കളാണ്. കണ്ട, നമ്മുടെ ഇടുക്കി പോലും കാണത്തില്ല ഇതുപോലുള്ള പൂക്കൾ. കണ്ട, ഇതൊക്കെ കോട്ടയത്തു നിന്നൊക്കെ കൊണ്ടുവന്നതാണെന്നാണ് അന്ന് അച്ഛനും അമ്മയും കൂടെ പറഞ്ഞത്. കണ്ട, അടിപൊളിയല്ലേ. അത് എന്ത് ഹൈറ്റിലാണ് നിൽക്കുന്നത്, എന്നെക്കാട്ടി ഹൈറ്റിലാണ് ചെടികൾ നിൽക്കുന്നത്. കണ്ടോ, എന്ത് ചിത്രശലഭങ്ങളൊക്കെ വന്ന് തേൻ കുടിക്കുന്നത്. കണ്ട കാഴ്ച കണ്ട. അപ്പോൾ ഒരുപാട് പേര് ഇവിടെ ഇറങ്ങിയിട്ട് ഫോട്ടോസും ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഈ പ്രാവശ്യത്തെ എക്സ്ക്ലൂസീവ് വീഡിയോ നമ്മുടെ ആയിരിക്കും കേട്ടാ. കണ്ട മച്ചാന്മാരെ, കണ്ടോ നിങ്ങളെ, അടിപൊളിയല്ലേ. ഈ രണ്ട് റോഡിൻ്റെ സൈഡിൽ അതും പ്രത്യേക ഭംഗിയുള്ളൊരു സ്ഥലം കേട്ടോ. 11 kV ഒക്കെ ഇതിലേ പോകുന്നുണ്ട്. അതിൻ്റെ ചുവട്ടിലായിട്ട് ഇങ്ങനെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ച. അതിമനോഹരമാണ് കേട്ടോ. അതിമനോഹരം എന്ന് വെച്ചാൽ അതിമനോഹരമാണ്, പറഞ്ഞു തീർക്കാൻ പറ്റത്തില്ല. കാരണം ഇത്രയേറെ പൂക്കൾ, ഒരു ഫ്ലവർ ഷോ നടത്തിയാൽ പോലും ഇത്രയും പൂക്കൾ കാണത്തില്ല. ഇത് കണ്ട, ഇവിടെ മഞ്ഞയാണെങ്കിൽ ഇവിടെ ഓറഞ്ച് കളർ. കണ്ട, വേണ്ട, അടിപൊളി മോനെ, അടിപൊളി. ഒരു രക്ഷയില്ല മോനെ, ഒരു രക്ഷയില്ല. കഴിഞ്ഞ പ്രാവശ്യത്തിനെക്കാട്ടി ഇഷ്ടം പോലെ പൂവുണ്ട് കേട്ടോ. കണ്ട, പൂക്കളുടെ വസന്തം ഇനി ചാലാപ്പള്ളിയിലുണ്ട് മച്ചാമാരെ, ചാലാപ്പള്ളിയിലുണ്ട്. അടിപൊളി. ഒരു രക്ഷയില്ല, അന്യായം കേട്ടോ. അതും വെറൈറ്റി കളറുകൾ. കണ്ട, അപ്പോൾ ചെറിയൊരു മൂടാപ്പുണ്ട്, മഴയുടെ ഒരു മൂടാപ്പുള്ളതുകൊണ്ടാണ് ഇങ്ങനെ അല്ലേ. നല്ല അത്യാവശ്യം നല്ല രീതിയിൽ സൂര്യനൊക്കെ അടിച്ചു നിന്ന് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. അപ്പോൾ എനിക്കിവിടെ വന്നിട്ട് പോകാൻ തോന്നുന്നില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇങ്ങനെ പൂക്കളൊന്നും സംരക്ഷിക്കുന്നവരെ കണ്ടു കിട്ടാൻ പാടാണ്. എന്ത് രസമാണെന്നുണ്ട്. പക്ഷേ ഈ പരുന്തുംപാറയിലൊക്കെ നീലക്കുറിഞ്ഞി പൂത്തതിൽ വെച്ച് വ്യത്യസ്തമായിട്ടുള്ളൊരു കാഴ്ച ഞാനിവിടെ പറയാം. ഈ പൂക്കൾ ആരും പറിക്കത്തില്ല. ഇത് പ്രകൃതിയുടെ ആ ഭംഗിക്ക് വേണ്ടി നിർത്തിക്കുക. ഒരാൾ പോലും പറിച്ചുകൊണ്ട് പോകുന്നത് ഞാൻ കണ്ടിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ എടുക്കാൻ വന്നപ്പോഴും കണ്ടില്ല, ഈ പ്രാവശ്യം കണ്ടിട്ടില്ല. കാരണം ഇതിൽ സംരക്ഷിക്കാൻ 2 പേരുണ്ട്. അവരുടെ സംരക്ഷണയിലാണ് ഈ ഒരു കാര്യം. പിന്നെ ഇവിടുത്തെ പഞ്ചായത്തും ഇവിടുത്തെ ജനങ്ങളും എല്ലാം അതിനെ ഒന്നടങ്കമാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അതാണ് മറ്റുള്ള സ്ഥലങ്ങളിൽ വെച്ചിട്ട് നമ്മളെ ചാലാപ്പള്ളിയെ വ്യത്യസ്തമാക്കുന്നത്. അപ്പോൾ ഈ ഒരു ലൊക്കേഷൻ മനസ്സിലാക്കാൻ വേണ്ടി എങ്ങും പോകണ്ട കേട്ടോ. നേരെ ചാലാപ്പള്ളി വരിക, പെരുമ്പട്ടി ഇല്ലെങ്കിൽ ചുങ്കപ്പാറ റോഡ് ചോദിക്കുക, നേരെ പോരുക. നിങ്ങൾ ആ എൻഡ് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, പൂക്കൾ പൂത്ത് നിൽക്കുന്നത് മനസ്സിലാവും. അപ്പം മനസ്സിലാക്കിക്കോണം ഈ ഒരു ലൊക്കേഷൻ എത്തി എന്നുള്ള കാര്യം. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളുടെ സ്വന്തം ജോസ് പറഞ്ഞാൽ. ഓക്കെ, ബൈ.